നാളെ വയനാട്ടിൽ വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരും. രാവിലെ 11 മണിക്ക് ചേരുന്ന അവലോകന യോഗത്തിൽ ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. അതേസമയം കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മീൻമുട്ടി സ്വദേശി രാധയുടെ മൃതദേഹം സംസ്കരിച്ചു. വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ പ്രദേശത്ത് തുടരുകയാണ്. അസാധാരണ സാഹചര്യമാണ് വയനാട്ടിലേത്. ജനങ്ങളാകെ സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയും സംഘടിക്കുന്നു. കടുവയെ പിടികൂടുന്നതിന് പുറമെ ജനരോഷം ശമിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തേണ്ട സാഹചര്യം. ഈ പശ്ചാത്തലത്തിലാണ് നാളെ അടിയന്തരമായ യോഗം ചേരുന്നത്. വനമന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഇതിനിടെ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മീൻമുട്ടി സ്വദേശി രാധയുടെ മൃതദേഹം സംസ്കരിച്ചു. മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വീടിന് സമീപത്തെ സമുദായ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF പ്രഖ്യാപിച്ച ഹർത്താൽ മാനന്തവാടിയിൽ തുടരുകയാണ്. വനം വന്യജീവി സംഘർഷം അസാധാരണ സാഹചര്യത്തിലേക്ക് നീങ്ങിയതോടെ സർക്കാരും രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. പല ആക്രമണങ്ങളും ഒറ്റപ്പെട്ടതെന്ന് നിലപാടെടുക്കുമ്പോഴും മലയോര ജില്ലകളിൽ വന്യജീവി സംഘർഷങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് വെല്ലുവിളി. ന്യൂസ് 18 വയനാട്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഭീതി വിതച്ച പുലി കൂട്ടിലായി. പെരുമ്പുള്ള കൂരിയാട് മലയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. ആഴ്ചകളായി ഭീതിയിലായിരുന്നു കോഴിക്കോട് മലയോരം. കൂടരഞ്ഞി പഞ്ചായത്തിലെ പെരുമ്പുളക്കുരിയോത്ത് ഭാഗത്ത് മാസങ്ങളായി ഭീതി പരത്തിയ പുലിയാണ് കൂട്ടിലായത്. ദിവസങ്ങൾക്ക് മുൻപ് കൂടരഞ്ഞി സ്വദേശിനിയായ വീട്ടമ്മയെ പുലി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. തുടർന്ന് പ്രതിഷേധം ശക്തമായതോടെ 3 ആഴ്ച മുമ്പ് വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് കൂട്ടിൽ പുലി കുടുങ്ങിയത്. സന്തോഷായി. ഇന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങി. 2 ദിവസം മുമ്പ് ഞാൻ അതിനെ കണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ ന്യൂസ് പുറത്ത് വിടാതിരുന്നതാ, കൂട്ടി കയറട്ടെ എന്ന് വിചാരിച്ചിട്ട്. മുകളിൽ ആ കൂട് വെച്ചിരിക്കുന്നതിന്റെ കുറച്ച് മുകളിലുണ്ടായിരുന്നത്. അന്ന് പിന്നെ ഞാൻ ആടിനെ കൊണ്ട് കയറിയപ്പോ കണ്ടതാണ്. അപ്പൊ പിന്നെ ന്യൂസ് പുറത്ത് വിട്ടില്ല, അത് കൂട്ടിക്കയറുവാണെങ്കിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും സമാധാനമായി, അതിനെ പിടിച്ചല്ലോ. മേഖലയിൽ ഇറങ്ങിയ പുലി നിരവധി വളർത്തുമൃഗങ്ങളെയും കൊന്നിരുന്നു. 2 ആഴ്ചയായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയുള്ള രീതിയിൽ പുലിയുടെ സാന്നിധ്യം ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ശ്രദ്ധയിൽപ്പെട്ട അന്ന് തന്നെ കൂട് സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. അതിനുശേഷം ഇന്ന് ഇത് കൂട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക ഇതോടുകൂടി മാറുകയാണ്. പിടികൂടിയ പുലിയെ താമരശ്ശേരി റേഞ്ച് ഓഫീസിലെത്തിച്ചു. ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷമാകും എവിടേക്ക് മാറ്റണമെന്ന കാര്യത്തിൽ തീരുമാനമാക്കുക. ഇന്നലെ രാത്രിയിൽ ആയിരിക്കും കുടുങ്ങിയിട്ടുണ്ടാവുക. എന്തായാലും ഇതിനെ പ്രദേശത്ത് നിന്ന് മാറ്റി ഏതെങ്കിലും വനത്തിലെന്തായാലും ഇടുന്നില്ല, ഏതെങ്കിലും സൂവിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ്. ന്യൂസ് 18 കോഴിക്കോട്.